നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് നന്ദി രേഖപ്പെടുത്താൻ പാടൂർ കടവ് ചായക്കൂട്ടത്തിലെത്തി മണലൂരിലെ നിയുക്ത എംഎൽഎ സി രവീന്ദ്രനാഥ്. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് പാട്ടും പാടിയാണ് ചായക്കൂട്ടത്തിൽ നിന്നും അദ്ദേഹം മടങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തും രവീന്ദ്രനാഥ് പാടൂർ കടവ് ചായക്കൂട്ടത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. അന്ന് പാട്ടുപാടിയത് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധയും പിടിച്ചുപറ്റി. അതിന്റെ ഓർമ്മ പുതുക്കി വീണ്ടും അദ്ദേഹം ഗാനാലാപനം നടത്തി. ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഗ്രാമീണ സങ്കല്പങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഗ്രാമീണ കൂട്ടായ്മ ലോകത്തിന് തന്നെ മാതൃകയാകുകയാണെന്നും പൊതുയിടങ്ങൾ ഗ്രാമങ്ങളിൽ വളരുമ്പോൾ മനുഷ്യഹൃദയങ്ങളിൽ മാനവിക സംസ്കാരത്തിന്റെ അടിത്തറ വളരുമെന്നും അദ്ദേഹം പറഞ്ഞു. ജാതിഭേദമന്യേ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നാടിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിൽ ജനോപകാരപരമായ വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. കൂട്ടായ്മ അംഗങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങിയും മനോഹരമായ ഗാനങ്ങൾ ആസ്വദിച്ചും ഫോട്ടോയുമെടുത്താണ് അദ്ദേഹം മടങ്ങിയത്. ഗ്രാമീണ സങ്കല്പങ്ങൾ പലതരത്തിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഗ്രാമീണ കൂട്ടായ്മ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. അനൗപചാരികമായ ഒരു കൂട്ടായ്മ എന്നുള്ളതാണ് ചായക്കൂട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഔപചാരിക കൂട്ടായ്മകൾ പലപ്പോഴും പലതരത്തിലുള്ള പൊതു ഇട സൃഷ്ടികൾക്ക് വിഘാതമായി നിൽക്കുമ്പോൾ ഒരു അനൗപചാരിക കൂട്ടായ്മ, ഗ്രാമീണ കൂട്ടായ്മ പൊതു ഇടത്തെ സൃഷ്ടിക്കുവാനും വിപുലീകരിക്കുവാനും ശ്രമിക്കുക.